കോട്ടയത്ത് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചതിന് ഇസ്രായേൽ സ്വദേശി പിടിയിലായി എന്ന വാർത്ത വരുന്നുണ്ട്. കുമരകത്ത് നിന്ന് തേക്കടിയിലേക്ക് പോകുന്ന വഴിയാണ് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചത്. ടോബി ജോൺസൺ ടെലിഫോണിലുണ്ട്. ടോബി ജോൺസൺ, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. എന്താണ് ശരിക്കും ഉണ്ടായത്? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വലിയൊരു ആശങ്ക ഈ മുണ്ടക്കയം ഭാഗത്ത് ഉണ്ടായി, ആശയക്കുഴപ്പമുണ്ടായി. മുണ്ടക്കയം പോലീസാണ് ഈ വ്യക്തിയെ, അതായത് ഡേവിഡ് ഏലീസ് ബോണ എന്ന് പറയുന്ന 75-കാരനെ ഒരു സാറ്റലൈറ്റ് ഫോണുമായി പിടികൂടിയത്. ഇത് പിടികൂടാനുള്ള കാരണം ഈ ഫോൺ ഇയാൾ ഓൺ ചെയ്ത് അത് പ്രവർത്തിപ്പിക്കാൻ, അത് ഉപയോഗിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അത് രഹസ്യാന്വേഷണ വിഭാഗം, ഇന്റലിജൻസ് വിഭാഗം ഇങ്ങനെ അവർക്കൊരു സൂചന ലഭിക്കുന്നു, ഇങ്ങനെ ഒരു സാറ്റലൈറ്റ് ഫോൺ ഈ മേഖലയിൽ ഓൺ ആയിട്ടുണ്ടെന്ന്. തുടർന്ന് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി മുണ്ടക്കയം പോലീസിനോട് അവരുടെ പരിധിയിലാണ് ഈ ഫോൺ ഓൺ അയക്കുന്നത് എന്നൊരു നിർദ്ദേശം നൽകി. അങ്ങനെ ആ മുണ്ടക്കയം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു ഭാര്യയും ഭർത്താവും, അത് വിദേശികളാണ്, ഇസ്രായേൽ സ്വദേശികളാണ്, അവർ വിനോദസഞ്ചാരത്തിന് വേണ്ടി എത്തിയതാണ്. അവരിൽ നിന്നും ഈ ഫോൺ പിടിച്ചെടുക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണം സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കുന്നതിന് ഇന്ത്യയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് ഈ വിനോദസഞ്ചാരി ഇങ്ങനെ ഒരു ഫോൺ ഓൺ ആക്കിയത്. അതുകൊണ്ട് തന്നെ അതിൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. ഈ ഫോൺ ബാംഗ്ലൂരാണ് ഇയാൾ ആദ്യം എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. അവിടെ നിന്നും കുമരകത്തേക്ക് വരുന്നു. കുമരകത്ത് നിന്ന് തേക്കടിയിലേക്കുള്ള യാത്രാ മധ്യയാണ് ഈ ഫോൺ ഓൺ ആക്കിയതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്റലിജൻസും NIA-യും പോലീസും ഇയാളെ വിശദമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ വയർലെസ് ടെലിഗ്രാഫി ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്തതിനു ശേഷം ഇയാളെ സ്വന്തം ജാമ്യത്തിൽ ഇപ്പോൾ വിട്ടിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. നിലവിലെ സാഹചര്യത്തിൽ മറ്റു ദുരൂഹതകളൊന്നും പോലീസിന് സംശയിക്കുന്ന തരത്തിലേക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും കൃത്യമായിട്ടുള്ള നിരീക്ഷണവും പരിശോധനകളും ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഇന്ത്യയിലടക്കം ഉപയോഗിക്കുന്നതിന് കർശന നിയന്ത്രണമുണ്ട്. ഈ ഫോൺ ഇദ്ദേഹം വാങ്ങിയത് ഇസ്രയേലിൽ നിന്നാണെന്നുള്ള വിവരമാണ് പങ്കുവച്ചിരിക്കുന്നത്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും വിനോദസഞ്ചാരത്തിനായി പോകുമ്പോൾ ഈ പല സിമ്മുകൾ ഉപയോഗിക്കുന്നതിന് പകരം സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയത്. എന്തായാലും പോലീസ് ഈ മൊഴിയിലടക്കം വിശദമായിട്ടുള്ള പരിശോധന മറ്റ് കേന്ദ്ര ഏജൻസികളും നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഓക്കെ, താങ്ക് യു. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്. അനധികൃതമായി സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ച ഒരു ഇസ്രായേലി പൗരൻ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് എന്നാണ് മനസ്സിലാകുന്നത്.